കഴിഞ്ഞിട്ടുണ്ട്. മാർക്സിയൻ ചരിത്ര ദർശനത്തിന്റെ സത്യസന്ധതയാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. ഒരു മുതലാളിത്ത സമൂഹം സോഷ്യലിസത്തിലേക്ക് പരിണമിക്കൂ എന്നും സോഷ്യലിസത്തിൽ നിന്ന് തിരിച്ചൊരിക്കലും മുതലാളിത്തത്തിലേക്ക് പോവുകയില്ല എന്നും സിദ്ധാന്തിച്ച മാർക്സിന്റെ ചരിത്ര വീക്ഷണം അമ്പേ പരാജയമായിരുന്നു എന്നും അസത്യ ജടിലമായിരുന്നു എന്നും വിവേകമതികളൊക്കെ ലോകത്തെമ്പാടും ഇപ്പോൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. മാർക്സിന്റെ സാമ്പത്തിക ദർശനത്തിന്റെ കാര്യം നമ്മൾ എടുക്കുക. സ്വകാര്യ സ്വത്തിനെ പരമമായ തിന്മയായി പ്രതിഷ്ഠിച്ച മാർക്സിയൻ സാമ്പത്തിക ദർശനത്തിന് ഇന്ന് ഇടതുലോകത്ത് പോലും ഏറെയൊന്നും ആരാധകരില്ല എന്നതാണ് വസ്തുത. ഇടതുലോകത്ത് പോലും ഏറെയൊന്നും ആരാധകരില്ല എന്ന വസ്തുത നമുക്ക് മനസ്സിലാകുന്നത് പല സോഷ്യലിസം നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന പല രാജ്യങ്ങളും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥകളാണ് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണ്. സോഷ്യലിസ്റ്റ് സർക്കാരുകൾ നിലവിലുണ്ട് എന്ന് പറയുന്ന രാജ്യങ്ങൾ പോലും അവർ സ്വകാര്യ സ്വത്തിനെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യുന്നതിന് പകരം ഭരണകൂടത്തിന് സാമ്പത്തിക ക്രമത്തിൽ ഇടപെടാനുള്ള അവസരങ്ങൾ നിലനിർത്തുമ്പോൾ തന്നെ വ്യക്തികൾക്ക് സ്വകാര്യമായി സമ്പാദിക്കാനുള്ള സൗകര്യവും അവസരവും ഒരുക്കി ഒരുതരം മിശ്ര സമ്പദ് വ്യവസ്ഥകളെ, മിക്സഡ് എക്കണോമികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് എന്ന് ആ നാടുകളിലെ ആനുകാലികങ്ങൾ വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ മാർക്സിന്റെ 3 അടിസ്ഥാന സിദ്ധാന്തങ്ങളും, മാർക്സിന്റെ പ്രപഞ്ച വീക്ഷണം, മാർക്സിന്റെ ചരിത്ര വീക്ഷണം, മാർക്സിന്റെ സാമ്പത്തിക ദർശനം, ഇവ 3ഉം പരാജയപ്പെട്ടു എന്നും അവ ദുർബലമായിരുന്നു എന്നും അവ വസ്തുനിഷ്ഠമല്ലാത്ത ആലോചനകളുടെ ഫലമായി ഉരുത്തിരിഞ്ഞതാണ് എന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. മാത്രമല്ല, ലോകത്ത് കമ്മ്യൂണിസം നിലനിർത്താൻ വേണ്ടി റഷ്യയിലും ചൈനയിലും അടക്കം ലോകത്തിന്റെ വ്യത്യസ്ത നാടുകളിൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ കോടിക്കണക്കിന് മനുഷ്യരെ ക്രൂരമായി കൊന്നൊടുക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്തായിരുന്നു ഈ കൂട്ടക്കൊലകൾക്ക് കാരണം? മാർക്സിന്റെ സിദ്ധാന്തങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടി അനുയായികൾ നേതാക്കളുടെ ഉപദേശങ്ങൾ വിസ്മരിച്ച് സ്വന്തം നിലക്ക് പ്രവർത്തിച്ചതാണോ? അല്ല എന്ന് പറയാനാണ് ന്യായം കാണുന്നത്. മാർക്സും ഏംഗൽസും ചേർന്നെഴുതിയ ഗോദ പ്രോഗ്രാമിനൊരു വിമർശനം എന്ന പുസ്തകം നമ്മൾ വായിക്കണം. ആ പുസ്തകത്തിൽ മാർക്സും ഏംഗൽസും പറയുന്നത് നമുക്ക് ഒരു സ്റ്റേറ്റിന്റെ ആവശ്യം തന്നെയില്ല, എന്നാൽ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ നിന്ന് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലൂടെ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയായി രൂപാന്തരം പ്രാപിക്കുന്നതിനിടക്ക് താൽക്കാലികമായി ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ആവശ്യം പരിപൂർണമായ മർദ്ദനം തന്നെയാണ് എന്നാണ് മാർക്സും ഏംഗൽസും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഉപദേശത്തെ അക്ഷരം പ്രതി നടപ്പിൽ വരുത്തുക മാത്രമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് നാടുകളിൽ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള സ്റ്റാലിൻ അടക്കമുള്ള ഭരണാധികാരികൾ ചെയ്തത് എന്നതാണ് യാഥാർത്ഥ്യം. സ്റ്റാലിനെ ഇപ്പോഴും ന്യായീകരിക്കുകയും അദ്ദേഹം മാർക്സിസ്റ്റ് മൂല്യക്രമത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ മേൽ ക്രൂരതകളായി ആരോപിക്കപ്പെട്ടിട്ടുള്ള കടുംകൈകൾ മുഴുവൻ ചെയ്തത് എന്ന് വീറോടെ വാദിക്കുകയും സ്റ്റാലിൻ മാർക്സിസത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു മാർക്സിസത്തെ ദുരുപയോഗപ്പെടുത്തിയ ഒരു ഏകഛത്രാധിപതിയായിരുന്നു എന്ന വാദം ശുദ്ധ ബോഷ്കാണ് എന്നുമെല്ലാം വാദിക്കുന്ന പുസ്തകങ്ങൾ ഇന്നും ഇന്ത്യയിൽ ലഭ്യമാണ്. ശിബ്ദാഷ് ഘോഷിനെ പോലുള്ള തീവ്ര ഇടതു ചിന്താഗതിക്കാർ അവർ സ്റ്റാലിനെ ഒരു ആരാധ്യ പുരുഷനായി അദ്ദേഹത്തിന്റെ ചെയ്തികൾക്ക് മുഴുവൻ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ സൈദ്ധാന്തികാംഗീകാരം ഉണ്ടായിരുന്നു എന്ന് സമർത്ഥമായി വാദിക്കുന്ന പുസ്തകങ്ങൾ ഇന്ത്യയിൽ തന്നെ ഇന്നും ലഭ്യമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് ഏകഛത്രാധിപതികളുടെ ക്രൂരതകൾക്ക് പ്രത്യയശാസ്ത്രത്തിൽ എത്രത്തോളം ആഴത്തിലുള്ള വേരുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ട വിമോചനത്തിന്റെ മന്ത്രധ്വനികളുമായി കടന്നുവന്ന് തീർത്താൽ തീരാത്ത ദുരന്തങ്ങൾ മാത്രം ബാക്കി വെച്ച് ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയ ഒരു മനുഷ്യനിർമ്മിത ഭൗതിക പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം എന്ന് പറയുന്നത്. ഇനിയുള്ള പ്രശ്നം എന്തുകൊണ്ട് മാർക്സിസം പരാജയപ്പെട്ടു എന്നതാണ്. അത് മാർക്സിന്റെ ബുദ്ധിയുടെ കുറവ് എന്ന് പറയുന്നതിനേക്കാൾ, ഏംഗൽസിന്റെ ബുദ്ധിയുടെ കുറവ് എന്ന് പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്സിസ്റ്റ് സൈദ്ധാന്തികരുടെ പ്രശ്ന വിശകലനത്തിലുള്ള ത്രാണിയില്ലായ്മയുടെ കാരണം കൊണ്ട് സംഭവിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മനുഷ്യന്റെ ബുദ്ധിയുടെ പരിമിതിയായിരുന്നു എന്നതാണ്. മാർക്സിസം പരാജയപ്പെട്ടത് അത് മാർക്സ് ഉണ്ടാക്കിയത് കൊണ്ടല്ല, മറിച്ച് മാർക്സ് ഒരു മനുഷ്യനായിരുന്നു എന്നതുകൊണ്ടാണ്. മാർക്സിന് പകരം നമ്മൾ ആരെങ്കിലുമാണ് നമ്മുടെ സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അത്തരമൊരു പ്രത്യയശാസ്ത്രത്തിന് ജന്മം കൊടുക്കാൻ ശ്രമിച്ചത് എങ്കിലും ആ പ്രത്യയശാസ്ത്രം സ്വാഭാവികമായും പരാജയപ്പെടുമായിരുന്നു. മനുഷ്യന്റെ ബുദ്ധിക്ക്, മനുഷ്യന്റെ
മസ്തിഷ്കത്തിന് ആത്യന്തികമായ നന്മ തിന്മകളെ വ്യവച്ഛേദിക്കുവാനും കൃത്യമായി നിർണയിക്കുവാനും തീരുമാനിക്കാനും കഴിയും എന്ന് തെറ്റിദ്ധരിച്ചതാണ് മാർക്സിനും ഏംഗൽസിനും സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധം. ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം എത്രയാണ് എന്ന് നമ്മൾ അറിയണം. ഊഹിക്കാനാകാത്ത വിശാലത കൊണ്ടും അത്ഭുതകരമായ താളക്രമം കൊണ്ടും അത്യത്ഭുതകരമായ സങ്കീർണത കൊണ്ടും മഹാത്ഭുതമായി തീരുന്ന ഒരു മഹാത്ഭുതമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒരു ഗാലക്സി മാത്രമാണ് നമ്മുടെ ക്ഷീരപഥം അഥവാ മിൽക്കി വേ. ഭീമാകാരന്മാരായ അനേക കോടി നക്ഷത്രങ്ങളാണ് ക്ഷീരപഥത്തിന്റെ ഉള്ളടക്കം. ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട വളരെ ചെറിയ ഒരു നക്ഷത്രം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സൂര്യൻ. ആ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന 8ൽ കുറയാത്ത ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി. ആ ഭൂമിയിൽ നിവസിക്കുന്ന സഹസ്രക്കണക്കിന് ജന്തുജാലങ്ങളിൽപ്പെട്ട ഒരു ജന്തു വർഗം മാത്രമാണ് മനുഷ്യൻ. അങ്ങനെ ആ മനുഷ്യൻ എന്ന സവിശേഷമായ സൃഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന സഹസ്രകോടിക്കണക്കിന് ആളുകളിൽപ്പെട്ട നിസ്സാരനായ 1 or 2 വ്യക്തികൾ മാത്രമാണ് ഞാനും നിങ്ങളുമെല്ലാം. അത്തരം നിസ്സാരരായ വ്യക്തികൾ മാത്രമാണ് മാർക്സും ഏംഗൽസുമെല്ലാം. ഈ പ്രപഞ്ചം ഉടലെടുത്ത് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ ശേഷം ഈ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ പ്രത്യക്ഷപ്പെട്ട അതിനിസ്സാരമായ ഒരു ജൈവ സാന്നിധ്യം. ആ ജൈവ സാന്നിധ്യത്തിന്റെ ശരീരത്തിന്റെ തലപ്പത്ത് ഉള്ള അതിലേറെ നിസ്സാരമായ ഒരു അവയവമാണ് മനുഷ്യന്റെ മസ്തിഷ്കം എന്ന് പറയുന്നത്. അനേകം പരിമിതികൾ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ചെറിയൊരു അവയവം. ആ അവയവത്തിന് പ്രപഞ്ചത്തെയും മനുഷ്യന്റെ ജീവിതത്തെയും സംബന്ധിച്ച ആത്യന്തിക ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയും എന്ന് തെറ്റിദ്ധരിച്ചതാണ് യഥാർത്ഥത്തിൽ എല്ലാ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെയും പരാജയത്തിന്റെ മൂലകാരണം എന്നാണ് ആത്യന്തികമായ വിശകലനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യന് ധർമാധർമ്മങ്ങളെ കൃത്യമായി വ്യവച്ഛേദിക്കാൻ കഴിയില്ല തന്നെ. വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 216-ാമത്തെ വചനം, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ഷർറുല്ലക്കും. നിങ്ങൾ ഒരു കാര്യം വെറുക്കുന്നുവെങ്കിൽ ആ കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് നന്മയായിരിക്കും. നിങ്ങൾ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ആത്യന്തികമായി ആ കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് തിന്മയായിരിക്കും. മനുഷ്യന്റെ ബുദ്ധിക്ക് നന്മയായി തോന്നുന്നത് അത് യഥാർത്ഥത്തിൽ തിന്മയായിരിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ ബുദ്ധിക്ക് തിന്മയായി തോന്നുന്നത് യഥാർത്ഥത്തിൽ നന്മയായി തീരാൻ സാധ്യതയുണ്ട്. ആത്യന്തികമായി നന്മ തിന്മകളെ സംബന്ധിച്ചുള്ള അന്തിമമായ തീർപ്പുകളിൽ എത്തിപ്പെടാൻ മനുഷ്യ മസ്തിഷ്കത്തിന് കഴിയില്ല എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. നന്മ തിന്മകളെ സംബന്ധിച്ച തീരുമാനങ്ങളിൽ എത്തിപ്പെടുന്നത് പോയിട്ട് ഈ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമായ ദൃശ്യപ്രപഞ്ചത്തെ സംബന്ധിച്ച കൃത്യമായ അനുമാനങ്ങളിലെത്താൻ പോലും മനുഷ്യധിഷണക്ക് കഴിയില്ല എന്നാണ് ആധുനിക പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും പ്രപഞ്ചം ഒരു യന്ത്രം പോലെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അതിനെ സംബന്ധിച്ച നിയമങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നും ഇനിയൊരു ദൈവത്തിന്റെ ആവശ്യമില്ല എന്നും അഹങ്കാരത്തോടുകൂടി ശാസ്ത്രലോകത്ത് നിന്ന് സ്വരങ്ങൾ ഉയർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ മലവെള്ളപ്പാച്ചിലിൽ മതം തകർന്നടിഞ്ഞു എന്ന് പ്രചരിപ്പിച്ച എഴുത്തുകാരും ദാർശനികരും ഉണ്ടായിരുന്നു. എന്നാൽ ന്യൂട്ടോണിയൻ ഫിസിക്സിന് അസ്ഥിവാരം തകർന്നുപോയ വർത്തമാനകാലത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഇന്ന് ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്ത പ്രകാരം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിന്റെ പുറത്തേക്ക് സ്ഥലകാല നൈരന്തര്യത്തിൻ്റെതായ പ്രപഞ്ചത്തിന്റെ അതിരുകൾക്ക് പുറത്തേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയണം. എന്നാൽ സ്ഥലകാല നൈരന്തര്യത്തിൻ്റെതായ അതിരുകൾക്കപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ മനുഷ്യന് ഒരു കാരണവശാലും സാധ്യമല്ല എന്നാണ് ആപേക്ഷിക സിദ്ധാന്തം നമ്മളോട് പറയുന്നത്. ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അനിശ്ചിതത്വ സിദ്ധാന്തം മനുഷ്യന്റെ പരിമിതികൾക്ക് കൂടുതൽ ശക്തമായി അടിവരയിടുകയാണ് ചെയ്യുന്നത്. ഒരു പ്രാഥമിക കണത്തിന്റെ അതിന്റെ പിണ്ഡവും പ്രവേഗവും കൃത്യമായി തെറ്റുപറ്റാതെ ഒരേ സമയം നിങ്ങൾക്ക് ഗണിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് ഹൈസൻബർഗിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം ശാസ്ത്രലോകത്ത് ഒരു പരമാർത്ഥമായി സത്യമായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മലോകത്തെക്കുറിച്ചോ സ്ഥൂല പ്രപഞ്ചത്തെക്കുറിച്ചോ കൃത്യമായ തീരുമാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാത്ത മനുഷ്യ മസ്തിഷ്കത്തിന് മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ സംബന്ധിച്ചും നന്മ തിന്മകളെ സംബന്ധിച്ചും കൃത്യമായ തീർപ്പുകളിൽ എത്തിപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് ഇന്ന് ശുദ്ധ അന്ധവിശ്വാസം മാത്രമായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് ഇസ്ലാം പ്രസക്തമാകുന്നത്. മാർക്സിസത്തിന് തെറ്റുപറ്റിയത് മനുഷ്യന്റെ ബുദ്ധിയെ നന്മ തിന്മകൾ തീരുമാനിക്കാനുള്ള ആത്യന്തിക മാനദണ്ഡമായി
നിശ്ചയിച്ചതാണെങ്കിൽ എങ്ങനെ മനുഷ്യർക്ക് തെറ്റുപറ്റാതെ ധർമാധർമ്മങ്ങളെ സംബന്ധിച്ച കൃത്യമായ അവബോധത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നാളിൽ പ്രപഞ്ചനാഥൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവും പരിപാലകനുമായ സർവാധിനാഥൻ ആദ്യത്തെ മനുഷ്യനോട് പറഞ്ഞതായി വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നതാണ്. വകുൽനഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തുപോയി ഭൂമിയിൽ ജീവിതം ആരംഭിക്കുക. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, അപ്പോൾ നിങ്ങൾക്ക് എന്റെ സന്മാർഗം വന്നെത്തിയാൽ, എന്റെ മാർഗനിർദ്ദേശം, എന്റെ വിധിവിലക്കുകൾ, ധർമാധർമ്മങ്ങളെ സംബന്ധിച്ച എന്റെ കൃത്യമായ ദിവ്യബോധനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ നിങ്ങൾ ആ ദിവ്യബോധനത്തെ പിൻപറ്റുക. ആ ദിവ്യബോധനത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കേണ്ടതില്ല, വലാഹും യഹ്സനൂൻ, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയുമില്ല. മനുഷ്യന് ധർമാധർമ്മങ്ങളെ സംബന്ധിച്ച ആത്യന്തികമായ തീർപ്പുകളിൽ എത്തിപ്പെടാൻ കഴിയില്ല എന്ന സത്യം അറിയുമ്പോൾ ആ ധർമാധർമ്മങ്ങളെ സംബന്ധിച്ച ആത്യന്തികമായ തീർപ്പുകൾ നമുക്ക് അവതരിപ്പിച്ചു തരേണ്ടത് പടച്ച തമ്പുരാനാണ്, സ്രഷ്ടാവാണ്, അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ് തെറ്റെന്താണ്, ശരിയെന്താണ്, നീതി എന്താണ്, അനീതി എന്താണ്, ധർമ്മം എന്താണ്, അധർമ്മം എന്താണ് എന്ന് തീരുമാനിക്കുവാനുള്ള ആത്യന്തികമായ മാനദണ്ഡം. ആ സുരക്ഷിതമായ മാനദണ്ഡത്തെ കൈവടിഞ്ഞ് ഏതെങ്കിലും ബുദ്ധിജീവികളുടെ ജൽപ്പനങ്ങൾക്കനുസൃതമായി നന്മ തിന്മകളെ തീരുമാനിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളെ ക്രമീകരിക്കുവാനും നാം സന്നദ്ധമായാൽ ഭീകരമായ ദുരന്തങ്ങളും നാശങ്ങളും മാത്രമാണ് മാനവ കുലത്തിൽ ഉണ്ടാവുക എന്നതിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് മാർക്സിസം പിറന്നതു മുതൽ മരിച്ചതുവരെയുള്ള ഓരോ ദിവസവും എന്നതാണ് യാഥാർത്ഥ്യം. ഈ വിഷയം ഇവിടെ എത്തുന്നിടത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തലക്കെട്ടിന്റെ പ്രസക്തി തന്നെ ആരംഭിക്കുന്നത്. മതവും മാർക്സിസവും കൈകോർക്കുമോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ സംവാദത്തിന്റെ തലക്കെട്ട്. മറ്റ് ഒരുപാട് ദർശനങ്ങൾ മതവിരുദ്ധമായി ലോകത്തുണ്ട് എന്ന് നമുക്കറിയാം. യുക്തിവാദി പ്രസ്ഥാനം ശക്തമായി മതത്തെ വിമർശിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനം ലോകത്തുടനീളം മതത്തിനെതിരെ കൊടിപിടിച്ച് രംഗത്തെത്തിയ ഒരു പ്രസ്ഥാനമാണ്. മതങ്ങൾക്കകത്ത് തന്നെ ഇസ്ലാമിനെ ഇതര മതവിഭാഗങ്ങൾ വിമർശിക്കാറുണ്ട്, മറ്റു മതദർശനങ്ങളെ ഇസ്ലാമിന്റെ വക്താക്കളും വിമർശിക്കാറുണ്ട്. എന്നാൽ അവിടെയൊന്നും ദൃശ്യമല്ലാത്ത അപൂർവവും വിചിത്രവുമായ ഒരു പ്രതിഭാസം മാർക്സിസവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു യുക്തിവാദിയുടെ മുമ്പിൽ കടന്നു ചെല്ലുന്ന ഇസ്ലാമിക പ്രബോധകനോട് ഒരു യുക്തിവാദി ഒരിക്കലും ഞാൻ മതവിരുദ്ധനല്ല എന്നും യുക്തിവാദം മതവിരുദ്ധമല്ല എന്നും എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത് ഒന്നു തന്നെയാണ് എന്നും നമുക്കിടയിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല എന്നും പറയാൻ സന്നദ്ധമാവുകയില്ല. ഇതേപോലെ ഇസ്ലാമിനെ വിമർശിക്കുന്ന മതപരമോ മതേതരമോ ആയ ഏതെങ്കിലും ദർശനത്തിന്റെ വക്താക്കൾ ഇസ്ലാമുമായി ഞങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയില്ല. എന്നാൽ മാർക്സിസ്റ്റുകളുടെ സ്ഥിതി അതല്ല. മാർക്സിസ്റ്റുകൾ ഒരു പ്രബോധിത സമൂഹമായി ഇസ്ലാമിക പ്രബോധകർക്ക് മുമ്പിൽ നിലനിൽക്കേണ്ടവരാണ്. മറ്റേത് ഭൗതിക ദർശനത്തെയും പോലെ തന്നെ മതവിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ തീർപ്പുകളിൽ എത്തിപ്പെടുകയും ഇഹലോകത്തും പരലോകത്തും ദുരന്തങ്ങൾക്കിടയാകുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്നവരാണ് മാർക്സിസ്റ്റുകൾ. പക്ഷേ അവരുടെ അടുത്തേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും ഞങ്ങൾ മതവിരുദ്ധരല്ല എന്നും ഞങ്ങളുടെ ദർശനത്തിന് മതവുമായി കൈകോർത്ത് നടക്കാൻ കഴിയുമെന്നും മതവും മാർക്സിസവും തമ്മിൽ സംവാദം നടക്കേണ്ടതില്ല എന്നും സാമ്രാജ്യത്വം അരങ്ങുവാഴുന്ന പുതിയ ലോകക്രമത്തിൽ പ്രത്യേകിച്ചും മാർക്സിസവും മതവും ഒന്നുചേർന്ന് ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നതിനാണ് പ്രസക്തിയുള്ളത് എന്നും ഉള്ള വാദങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നു. ഇവിടെയാണ് ഈ വാദങ്ങളുടെ സാങ്കത്യം നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്. ഇതിൽ വല്ല അർത്ഥവുമുണ്ടോ? നമുക്കറിയാം, മാർക്സിസത്തിന്റെ അടിസ്ഥാനപരമായ ആദർശം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ ആകെത്തുകയും അന്തർധാരയും വിട്ടുവീഴ്ചയില്ലാത്ത നിരീശ്വരവാദമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിരീശ്വരവാദമാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ കാമ്പെന്ന് മാർക്സിസ്റ്റ് ദാർശനികന്മാർ ഒരു സംശയത്തിനുമിടയില്ലാത്ത വിധം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാർക്സും ഏംഗൽസും ലെനിനും മതത്തെക്കുറിച്ച് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി എഴുതിയ ലേഖനങ്ങൾ ഓൺ റിലീജിയൻ, മതത്തെപ്പറ്റി എന്ന പേരിൽ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഓൺ റിലീജിയൻ എന്ന മാർക്സിന്റെയും ഏംഗൽസിന്റെയും ലെനിന്റെയും പുസ്തകത്തിലൂടെ നമ്മളൊരു ആവർത്തി കടന്നു പോവുക. ലെനിൻ നമ്മളോട് പറയുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായൊരു ദർശനമാണ്. അതുകൊണ്ട് തന്നെ അത് ക്രിയാപരമായി എല്ലാ മതങ്ങൾക്കും എതിരാണ് എന്നാണ്. ഇന്ത്യയിലെ ഭൗതികവാദ
മാർക്സിസ്റ്റ് ദാർശനികരിൽ അഗ്രേസരനും പ്രമുഖ ചരിത്രകാരനുമായിരുന്ന ബംഗാൾ ബുദ്ധിജീവി ദേവി പ്രസാദ് ചതോപാധ്യായ അദ്ദേഹത്തിന്റെ അതിപ്രശസ്തമായ ഇന്ത്യൻ നിരീശ്വരവാദം എന്ന പുസ്തകത്തിൽ മാർക്സിസത്തെ വിശേഷിപ്പിക്കുന്നത് ദൃഢമായ നിരീശ്വരവാദത്തിന്റെ ഒരു രൂപം എന്നാണ്. ദൃഢമായ നിരീശ്വരവാദത്തിന്റെ ഒരു രൂപം, ദൃഢമായ നിരീശ്വരവാദത്തിന്റെ രൂപമാണ് മാർക്സിസം എന്നും നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് മാർക്സിസത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തമെന്നും വരുമ്പോൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നത് അവന്റെ വിശ്വാസത്തിന്റെ മുന്നുപാധികളിലൊന്നായി കരുതുന്ന മതവിശ്വാസികൾക്ക്, പ്രത്യേകിച്ചും പ്രപഞ്ചനാഥനിൽ ഏകനായ സർവലോക സ്രഷ്ടാവിൽ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഈ ദർശനത്തെ മാറോടണക്കാൻ കഴിയുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ വാചകങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തവുമാണ്. കേവലം നിരീശ്വരവാദത്തെ ഒരാദർശമായി നെഞ്ചേറ്റണമെന്നു മാത്രമല്ല മാർക്സിസ്റ്റ് സാഹിത്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളോട് പറയുന്നത്. മറിച്ച് ആ നിരീശ്വരവാദത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും ജനങ്ങളുടെ മതപരതയ്ക്ക് ഇളക്കം തട്ടിക്കുവാനും നിങ്ങൾ ആസൂത്രിതമായി പരിശ്രമിക്കണം എന്നുകൂടിയാണ്. മാർക്സിന്റെയും ഏംഗൽസിന്റെയും ലെനിന്റെയും മതത്തെപ്പറ്റി എന്ന ലേഖന സമാഹാരത്തിലേക്ക് തന്നെ നാം തിരിച്ചു പോവുക. ആ ലേഖന സമാഹാരത്തിൽ മറ്റൊരിടത്ത് നാം വായിക്കുന്നത് എല്ലാ ഭാഷകളിലും ലഭ്യമായ നിരീശ്വരവാദ സാഹിത്യങ്ങളെ റഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് സോവിയറ്റ് റഷ്യയിൽ വിതരണം ചെയ്യണം എന്ന് ലെനിൻ അന്നത്തെ തൊഴിലാളി വർഗ നേതാക്കളെ ഉപദേശിച്ചു എന്നാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള നിരീശ്വരവാദ സാഹിത്യങ്ങൾ മുഴുവൻ റഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് റഷ്യൻ സമൂഹത്തിൽ വിതരണം ചെയ്ത് അവരുടെ മനസ്സിനകത്തുള്ള ദൈവവിശ്വാസത്തെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യണം എന്ന് ലെനിൻ തൊഴിലാളി വർഗ നേതാക്കളെ ഉപദേശിച്ചു. ഇതേ കാര്യം ഏംഗൽസ് അദ്ദേഹത്തിന്റെ സമകാലീനനായിരുന്ന തൊഴിലാളി വർഗ നേതാക്കളോട് പറഞ്ഞിരുന്നു എന്ന് ലെനിൻ അനുബന്ധമായി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു ദർശനത്തെ മതവിശ്വാസിക്ക് നെഞ്ചേറ്റാൻ കഴിയുമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യം കഴിഞ്ഞാൽ മതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തലം പരലോക വിശ്വാസമാണ്. മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളാണ് എന്ന് നമുക്കറിയാം. എന്താണ് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തോട് മാർക്സിസത്തിനുള്ള നിലപാട്? ഇതും മാർക്സിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്നവർക്ക്, ഏംഗൽസിന്റെയും ലെനിന്റെയും എല്ലാം പ്രബന്ധങ്ങൾ വായിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മതത്തോടുള്ള മാർക്സിസത്തിന്റെ നിലപാട് രൂപപ്പെടുന്നത് പോലും പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് മാർക്സിസത്തിനുള്ള വിയോജിപ്പുകളിൽ നിന്നാണ് എന്ന് ഞാൻ പറയും. എന്താണ് മാർക്സിസം പറയുന്നത്? ഈ ലോകത്താണ് സ്വർഗമുണ്ടാകേണ്ടത് എന്നാണ്. മതം നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ നാട്ടിൽ ഒരുപാട് അനീതികളും ചൂഷണങ്ങളും പട്ടിണിയും പരിവട്ടവും കാണുന്നു. ഈ പട്ടിണിയും പരിവട്ടവും ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടതിന് പകരം പരലോകത്തൊരു സ്വർഗം വരാനുണ്ട് എന്നും അവിടെ സമത്വസുന്ദരമായിരിക്കുമെന്നും അവിടെ നീതി പുലരുമെന്നും അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കണമെന്നും തൽക്കാലത്തേക്ക് ഈ ലോകത്തെ സമരങ്ങൾ മുഴുവൻ നിങ്ങൾ മാറ്റിവെക്കണമെന്നും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി, അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി മതനേതാക്കൾ വളരെ ബോധപൂർവം മെനഞ്ഞെടുത്ത ഒരു കെട്ടുകഥയാണ് പരലോകം എന്നതാണ് മാർക്സിസത്തിന്റെ നിലപാട്. അതുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രവും സംസ്കാരവും എന്ന പുസ്തകത്തിൽ ലെനിൻ ഇങ്ങനെ എഴുതിയത്: നാം ചെയ്യുന്നത് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരെ ഈ ഭൂമിയിൽ മികച്ച ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി പരലോകത്തിനെതിരായ സമരത്തിൽ അവരെ സഹായിക്കുകയാണ്. നാം ചെയ്യുന്നത് അവരെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് വിടർത്തിയെടുത്ത് ഈ ഭൂമിയിൽ തന്നെ സ്വർഗം കെട്ടിപ്പടുക്കാൻ അവരെ സഹായിക്കുകയാണ് എന്ന് അദ്ദേഹം സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രവും ചരിത്രവും എന്ന പുസ്തകത്തിൽ എഴുതുന്നത് അതുകൊണ്ടാണ്. ഇത് വളരെ സുന്ദരമായി മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാർക്സ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന പ്രസ്താവന കടന്നുവരുന്ന കോൺട്രിബ്യൂഷൻ ടു ദി ക്രിറ്റിക് ഓഫ് ഹെഗൽസ് ഫിലോസഫി എന്ന പ്രബന്ധത്തിൽ മാർക്സ് പറയുന്നത് മതത്തിനെതിരായ സമരം സ്വാഭാവികമായും അനിവാര്യമായും പരലോകത്തിനെതിരായ സമരമാണ്. കാരണം പരലോകം എന്ന് പറയുന്ന ആ സങ്കല്പത്തിന്റെ ആത്മീയ സൗരഭ്യം മാത്രമാണല്ലോ മതം എന്ന് മാർക്സ് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടാണ് മാർക്സ് തീരുമാനിക്കുന്നത് മതം മനുഷ്യനെ, ജനങ്ങളെ മയക്കുന്ന കറുപ്പാണ്. ജനങ്ങളുടെ യഥാർത്ഥ സുഖത്തിന് അവരുടെ മിഥ്യാസുഖമായ മതത്തെ ഇല്ലാതാക്കുന്നത് ആവശ്യമാണ് എന്നാണ് മാർക്സ് ആ പ്രബന്ധത്തിൽ രേഖപ്പെടുത്തുന്നത്. ഈ പ്രസ്താവനയിൽ യഥാർത്ഥത്തിൽ എല്ലാം ഉണ്ട്.
മതത്തെ സംബന്ധിച്ച മാർക്സിസത്തിന്റെ നിലപാടുകളുടെ സാരസംക്ഷേപമാണ് യഥാർത്ഥത്തിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന മാർക്സിന്റെ പ്രസ്താവന. ഇവിടെ പ്രശ്നങ്ങളും പട്ടിണിയും പരിവട്ടവും അനീതിയും കൊടികുത്തി വാഴുമ്പോൾ അവയ്ക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ ജനങ്ങളെ ഉപദേശിക്കുകയും മരണാനന്തരം കടന്നു വരാനുള്ള ഒരു സ്വർഗലോകത്തെക്കുറിച്ച് സുവിശേഷങ്ങൾ അറിയിച്ച് അവരെ മയക്കി കിടത്തി മിഥ്യയായ വസ്തുനിഷ്ഠമല്ലാത്ത സുഖത്തിൽ അവരെ തളച്ചിടുകയും അങ്ങനെ അവരെ യഥാർത്ഥ സുഖത്തിൽ നിന്ന് അകറ്റി നിർത്തുകയുമാണ് മതവും മതപണ്ഡിതന്മാരും ചെയ്യുന്നത് എന്ന മാർക്സിന്റെ നിലപാട് കൃത്യമായി സംക്ഷിപ്തമായി ആ വരിയിൽ സുന്ദരമായി പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തോട് മാർക്സിസത്തിനുള്ള നിലപാട്. ദൈവവുമില്ല, പരലോകവുമില്ല. പിന്നെ ദൈവത്തെയും പരലോകത്തെയും കുറച്ചാൽ പിന്നെ മതത്തിൽ എന്ത് ബാക്കിയുണ്ടാകും എന്ന് തീരുമാനിക്കാൻ നമ്മൾക്കെല്ലാവർക്കും കഴിയും. അത്തരമൊരു ദർശനത്തെ മതവിശ്വാസം സ്വീകരിക്കുന്നതിന്റെ കൂടെ കൊണ്ടു നടക്കാൻ മുസ്ലിങ്ങൾക്ക് ഏതായാലും കഴിയില്ല. കൃത്യമായി മതാവബോധമുള്ള മുസ്ലിങ്ങൾക്ക് മാർക്സിയൻ ദർശനത്തെ, ഇസ്ലാമിനെയും മാർക്സിസത്തെയും ഒരുപോലെ നെഞ്ചിലേറ്റാൻ സാധ്യമല്ല എന്നത് പച്ചയായ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ മാർക്സിസത്തിന്റെ മതവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ ഉള്ളടക്കം നാം തുറന്നുകാട്ടുന്നത് ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നം എന്ന അർത്ഥത്തിൽ പോലുമല്ല എന്നതാണ് സത്യം. മാർക്സിസം മനുഷ്യനെ കാണുന്നത് പദാർത്ഥങ്ങളുടെ സമുച്ചയമായിട്ടാണ്, ഒരു ഉയർന്ന മൃഗം മാത്രമായിട്ടാണ്. പരിണാമചക്രം കുരങ്ങന്റെ വാല് മുറിച്ചപ്പോൾ ഉടലെടുത്ത ഒരു ഉയർന്ന ജന്തു മാത്രമാണ് മാർക്സിസത്തിന്റെ വീക്ഷണത്തിൽ മനുഷ്യൻ. എന്തൊക്കെയാണ് ആ ജന്തുവിന്റെ ആവശ്യങ്ങൾ? അവന് തിന്നണം, കുടിക്കണം, രസിക്കണം, രമിക്കണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. അതിനപ്പുറത്ത് മനുഷ്യൻ എന്തെങ്കിലും ധർമ്മമുള്ളതായി, അവൻ എന്തെങ്കിലും ശരിതെറ്റുകളുള്ളതായി, അവൻ എന്തെങ്കിലും ബാധ്യതകളുള്ളതായി മാർക്സിസം മനസ്സിലാക്കുന്നില്ല. മാർക്സിസത്തിന്റെ ധർമാധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ ഭരണകൂടത്തിലും സമ്പത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. സ്വകാര്യ സ്വത്ത് തിന്മയാണ്, മൂലധനം സമാഹരിക്കുന്നത് തിന്മയാണ്, ഭരണകൂടം ഇന്ന വിധത്തിലാകണം എന്നൊക്കെ പറയാൻ മാർക്സിസത്തിന് കഴിയും. എന്നാൽ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളിൽ നിങ്ങൾ പുലർത്തേണ്ട ധാർമ്മികത എന്താണ് എന്ന് പറയാൻ മാർക്സിസം അശക്തമാണ്. അത്തരമൊരു ധാർമ്മികത തന്നെ മാർക്സിസത്തിന് അജ്ഞാതമാണ്. ഇവിടെയുള്ള മറ്റു മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കുമൊന്നും പ്രത്യേകിച്ചൊരു ധാർമ്മികതയില്ലെങ്കിൽ മനുഷ്യനും അത്തരമൊരു ധാർമ്മികത ആവശ്യമില്ല എന്നാണ് മാർക്സിസത്തിന്റെ കണ്ടെത്തൽ. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് മാർക്സിസത്തിന്റെ വീക്ഷണത്തിൽ ചരിത്രത്തിന്റെ പരിണാമഗുപ്തികളിൽ എവിടെയോ വെച്ച് ഉരുത്തിരിഞ്ഞ അനവധി അനീതികളെ സംവഹിക്കുന്ന ഒരു ചൂഷണോപാധി മാത്രമാണ് കുടുംബം. തകർക്കപ്പെടേണ്ട, നശിപ്പിക്കപ്പെടേണ്ട ഒരു സ്ഥാപനമാണ് കുടുംബം. ലൈംഗികതയ്ക്ക് കുടുംബത്തിന്റെ അതിരുകൾ നിശ്ചയിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്തുപോയി ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാം. സെക്സിന് അതിരുകൾ നിർണ്ണയിക്കാൻ മൃഗങ്ങളുടെ ലോകത്ത് ലൈംഗികതക്ക് അതിർവരമ്പുകളില്ലെങ്കിൽ മനുഷ്യരുടെ ലോകത്തും ലൈംഗികതക്ക് അതിർവരമ്പുകൾ ആവശ്യമില്ല എന്നാണ് മാർക്സിസം പറയുക. ഇത് മാർക്സിസത്തിന്റെ മാത്രം പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ എല്ലാ ഭൗതികവാദ ദർശനങ്ങളും ആത്യന്തികമായി വാദിക്കുന്നത് ഇതുതന്നെയാണ്. കാരണം ഭൗതികവാദ ദർശനങ്ങളുടെ വീക്ഷണത്തിൽ മനുഷ്യൻ ഒരു ഉയർന്ന മൃഗം മാത്രമാണ്. ആ മൃഗത്തിന്റെ ജന്തുസഹജമായ ആവശ്യങ്ങൾ നിറവേറ്റണമെന്നല്ലാതെ ജീവിതത്തിൽ അവരേതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ധാർമ്മികത അനുവർത്തിച്ചു കൊള്ളണം എന്ന് ഭൗതിക ദർശനങ്ങൾക്കൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഇക്കാര്യത്തിൽ എന്തൊക്കെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ പുറമേക്ക് പ്രകടിപ്പിക്കാൻ തയ്യാറായാലും മാർക്സിസവും ഹ്യൂമനിസവും യുക്തിവാദവും മുതലാളിത്തവും അടക്കം എല്ലാ ഭൗതികവാദ ദർശനങ്ങളും ധാർമ്മികതയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ ഒരേ സ്വരമാണ് അവക്കെല്ലാം ഉള്ളത്. ആ കാര്യത്തിൽ ചാർവാകനും റസലും മാർക്സും ഏംഗൽസും എല്ലാം ഒന്നാണ് എന്നതാണ് സത്യം. സമൂഹത്തിൽ നിന്ന് ലൈംഗികതയുടെ രംഗത്തെ നിയന്ത്രണങ്ങൾ തൂത്തുമാറ്റി എറിയപ്പെടണമെന്ന കാര്യത്തിൽ സമൂഹത്തിൽ സർവത്ര സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ അരാജകത്വം കളിയാടണമെന്ന കാര്യത്തിൽ ഇവർക്കാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. ഇവിടെ മതത്തിന് കൃത്യമായ നിലപാടുണ്ട്. സമൂഹത്തിൽ ഒരു ധാർമ്മികത നിലനിൽക്കേണ്ടതുണ്ട്. തോന്നിയ രൂപത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. അവന് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. ആ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചില്ലെങ്കിൽ സർവത്ര നാശമുണ്ടാകും. കേവലം ഭക്ഷണത്തിലും പാർപ്പിടത്തിലും വസ്ത്രത്തിലും ഭരണകൂടത്തിലും സാമ്പത്തിക ക്രമത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്ന് മതം കൃത്യമായി തിരിച്ചറിയുന്നു. മനുഷ്യനിൽ ആത്മാവ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ആ ആത്മാവിനെ അഭിമുഖീകരിക്കണമെങ്കിൽ, ആത്മാവിന്റെ വിശപ്പിനെ പരിഹരിക്കണമെങ്കിൽ മറ്റു ചില ധാർമ്മിക സനാതന മൂല്യങ്ങൾ കൂടി അവന് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ആ മൂല്യങ്ങളാണ് സ്രഷ്ടാവ് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ വഴി
വഴി നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ മാർക്സിസവും മതവും മുഖാമുഖം നിൽക്കുകയാണ്. മാർക്സിസം അല്ലെങ്കിൽ മാർക്സിസത്തിന്റെ കൂടെ മുതലാളിത്തമടക്കമുള്ള എല്ലാ ഭൗതികവാദ ദർശനങ്ങളും സമൂഹത്തിൽ, കുടുംബത്തിൽ, ലൈംഗികതയുടെ രംഗത്ത് പ്രത്യേകിച്ച് മൂല്യങ്ങളോ നിയന്ത്രണങ്ങളോ അതിർവരമ്പുകളോ ആവശ്യമില്ല എന്ന് സിദ്ധാന്തിക്കുന്നു. മറുഭാഗത്ത് മതം കൃത്യമായ നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട് എന്ന് സിദ്ധാന്തിക്കുന്നു. ഇവക്ക് പരസ്പരം സംവദിക്കാനല്ലാതെ, തർക്കിക്കാനല്ലാതെ, പരസ്പരം എന്റെ നിലപാടാണ് ശരിയെന്ന് പറയാനല്ലാതെ, ഇവക്ക് പരസ്പരം വാരിപ്പുണർന്ന് ഇവയ്ക്ക് രണ്ടുകൂടി ഒന്നായി ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരേ രൂപത്തിലുള്ള ധാർമ്മികത പ്രകടിപ്പിക്കാൻ, പ്രചരിപ്പിക്കാൻ ഒരു നിലക്കും സാധ്യമല്ല എന്നതാണ് വസ്തുത. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ മാർക്സിസം എന്ന് പറയുന്നത് മതവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ മതവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ പ്രത്യയശാസ്ത്രത്തിന്റെ ദുർബലതകളെ, ദൗർബല്യങ്ങളെ നാം തുറന്നു കാണിക്കുന്നത് മാർക്സിന്റെ ബുദ്ധിയുടെ പരിമിതിയെ ദ്യോതിപ്പിക്കാൻ എന്നതിലുപരിയായി മനുഷ്യന്റെ ബുദ്ധിയുടെ പരിമിതിയെ ദ്യോതിപ്പിക്കാനാണ്. മനുഷ്യന്റെ ബുദ്ധിയുടെ പരിമിതിയെക്കുറിച്ച് നാം ദീർഘമായി സംസാരിക്കുന്നത് സ്രഷ്ടാവിന്റെ മാർഗദർശനത്തിന്റെ അന്യൂനതയെയും അവക്രതയെയും കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് നൽകേണ്ട പാഠം അടിസ്ഥാനപരമായി അതാണ്. ലോക ചരിത്രം ദർശിച്ച ഏറ്റവും സമഗ്രമായ ഭൗതിക പ്രത്യയശാസ്ത്രമായിരുന്നു നിസ്സംശയം മാർക്സിസം. അത്രയും സമഗ്രമായിട്ട് പോലും മാർക്സിസത്തിനൊരു പതനത്തെ, പരാജയത്തെ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എത്ര തന്നെ സമഗ്രമായതാണെങ്കിലും മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ജീവിത ദർശനത്തിനും അവന് ആത്യന്തികമായ മാർഗം കാണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ആ മാർഗം കാണിക്കാൻ കഴിയാത്ത മനുഷ്യനിർമ്മിത ദർശനങ്ങളെ കൃത്യമായി തുറന്നു കാണിക്കാനും പകരം ദൈവിക ദർശനത്തെ മനുഷ്യന്റെ മോചനത്തിന്റെ വഴിയായി അവതരിപ്പിക്കാനും നാം സന്നദ്ധമാകേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ നമ്മെ നിശബ്ദരാക്കാൻ പല രൂപത്തിലും പലരും പരിശ്രമിച്ചു എന്ന് വരും. പതിറ്റാണ്ടുകളായി കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തുമുള്ള മാർക്സിസ്റ്റ് ബുദ്ധിജീവികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സമർത്ഥമായൊരു സ്ട്രാറ്റജി ഉണ്ട്. മാർക്സിസത്തിനെതിരെ എതിർവാദങ്ങളുമായി കടന്നുവരുന്നവരെ, തർക്കങ്ങളുമായി കടന്നുവരുന്നവരെ, മാർക്സിസവും മതവും പരസ്പര വിരുദ്ധമായ രണ്ട് ജീവിത ദർശനങ്ങളാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നവരെ, അവരെ മൂലക്കിരുത്താൻ, അരുക്കാക്കാൻ അവരുപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി. അവർ പറയുക, ഈ വാദപ്രതിവാദങ്ങളും തർക്കവിതർക്കങ്ങളും മാർക്സിസത്തിനെതിരായ വിമർശനങ്ങളുമായി രംഗത്തുള്ളത് പുരോഗമനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ ശത്രുക്കളായ ഒരു പറ്റം മതഭ്രാന്തന്മാരാണ്. അങ്ങനെ പുരോഗമനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ ശത്രുക്കളായ ഒരു പറ്റം മതഭ്രാന്തന്മാരാണ് എതിർപ്പുമായി രംഗത്തുള്ളത് എന്ന് പുരോഗമനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും എല്ലാം ഈ മൊത്തവിതരണക്കാർ ഒറ്റയടിക്കങ്ങ് പ്രഖ്യാപിച്ചു കളയും. ഇവിടെ ധൈര്യത്തോടെ, സ്ഥൈര്യത്തോടെ മാർക്സിസ്റ്റ് ബുദ്ധിജീവികളുമായി മുഖാമുഖം നിന്ന് നാം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. പുരോഗമനവും മാനവികതയും ജനാധിപത്യവും അടക്കമുള്ള മൂല്യങ്ങളുമായി വിശേഷിച്ച് ബന്ധമൊന്നുമില്ലാത്ത, ഒരു വേള ചരിത്രത്തിലുടനീളം അത്തരം മൂല്യങ്ങളോട് ഏറ്റുമുട്ടിയിട്ടുള്ള അങ്ങേയറ്റം ഹിംസാത്മകവും സമഗ്രാധിപത്യ സ്വഭാവിയുമായ ഒരു ദർശനത്തെ പുരോഗമനത്തിന്റെ കണക്കിൽ വരവ് വെക്കുന്നത് വലിയൊരു തട്ടിപ്പല്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണം. ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ചിന്തകൾക്ക് മേൽ ഇപ്പോഴും അടയിരിക്കുകയും ആ ചിന്തകളോട് കലഹിക്കുന്നത് പാപമായി വ്യവഹരിക്കുകയും അത്തരം പാപികളെ പടിയടച്ച് പിണ്ടം വെക്കുകയും ചിലപ്പോഴൊക്കെ ഭൂമിയിൽ നിന്ന് തന്നെ നിഷ്കാസിതമാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തെ സ്വതന്ത്ര ചിന്തയുടെ പ്രതീകമായി അവതരിപ്പിക്കുന്നത് തീർച്ചയായും അശ്ലീലമല്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണം. ഇതേപോലെ മനുഷ്യരെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പല തട്ടുകളായി വേർതിരിക്കുകയും വർഗസമരം എന്ന ഓമനപ്പേരിൽ രക്തരൂഷിതമായ പരസ്പര കലാപങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമായി അവതരിപ്പിക്കുന്നത് അതിൽ എന്തെങ്കിലും സാങ്കത്യമുണ്ടോ എന്നവരോട് ചോദിക്കാൻ നമുക്കാകണം. നിങ്ങളുടെ തുറന്ന ചർച്ചയ്ക്ക്, പ്രതികരണങ്ങൾക്ക്, സംവാദങ്ങൾക്ക്, ചോദ്യം ചെയ്യലുകൾക്ക്, പ്രശ്നവൽക്കരണങ്ങൾക്ക്, പ്രതിവാദങ്ങൾക്ക് എല്ലാം വേണ്ടി മാർക്സിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വാദമുഖങ്ങളെ വിനീതമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എങ്കിലും ഒരു മതത്തിൻ്റെതായ കുത്തകകളല്ല, അവയ്ക്ക് പാറ്റന്റ് എടുക്കാൻ പറ്റുന്നതല്ല. സത്യം എന്നുള്ള ആദർശത്തെ എല്ലാ അല്ലെങ്കിലോ അവർ വെറുക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ഇതെല്ലാ പാർട്ടികളിലുള്ളതാണ്. പഠനയിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ എന്റെ ബഹുമാനായ നമ്മുടെ നാട്ടിലൊക്കെ പല ഇലക്ഷന്റെ സമയത്തൊക്കെ പല സംഘടനകളും, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളൊക്കെ തീർച്ചയായും അദ്ദേഹത്തിന്റെ ചോദ്യം
ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുവാൻ ഞാൻ ചോദ്യം ഉന്നയിക്കാൻ ഒരുപടുമായിരുന്നുള്ളൂ. പരിമിതമായ സമയമാണ് എന്നെ അറിയുന്നതുകൊണ്ട് തന്നെ അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഒരു മാർക്സിസ്റ്റ് നൗഷാദ്, ഞാനൊരു +2 ഫിസിക്സ് ടീച്ചറാണ്. എന്റെ സംശയം, ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പല ഇലക്ഷന്റെ സമയത്തൊക്കെ പല സംഘടനകളും, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളൊക്കെ മാർക്സിസവുമായി കൈകോർത്തുകൊണ്ട് സാമ്രാജ്യത്തെ എതിർക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് മാർക്സിസവുമായിട്ട് കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇസ്ലാമിന്റെയും മാർക്സിസത്തിന്റെയും ഒരു പൊതു ശത്രു എന്നുള്ള നിലയ്ക്ക് സാമ്രാജ്യത്തെ എതിർക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് മാർക്സിസവുമായി സഹകരിച്ചു പോകാൻ ഇസ്ലാമിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ബഹുമാനരായ സഹോദരന്മാർ, മതവും മാർക്സിസവും കൈകോർക്കുമോ എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ചരിത്രപരമായ ഭൗതികവാദവും മാർക്സിയൻ സാമ്പത്തിക ദർശനവുമാണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിവേരുകളെന്നും ആ അടിവേരുകൾ അഖിലവും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് മതവിരുദ്ധമായ ആശയങ്ങളിലാണ് എന്നും ദൈവവിശ്വാസത്തെയും മരണാനന്തര ജീവിതത്തെയും ധർമാധർമ്മങ്ങളുടെ പദാർത്ഥേതരമായ അസ്തിത്വത്തെയുമെല്ലാം ചോദ്യം ചെയ്യുന്ന മാർക്സിസ്റ്റ് ദർശനം ഒരു ദർശനം എന്നുള്ള നിലക്ക് ഒരർത്ഥത്തിലും മതവിശ്വാസിക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നതല്ല എന്നും വിശിഷ്യ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന ആദർശവും മരണാനന്തര ജീവിതത്തിലെ രക്ഷാശിക്ഷകളെക്കുറിച്ചുള്ള ബോധ്യവും നന്മതിന്മകളെ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും കൃത്യമായ വെളിച്ചത്തിൽ കാണണമെന്നുള്ള ആദർശവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ദാർശനികമായി കമ്മ്യൂണിസവുമായി ഒരർത്ഥത്തിലും പൊരുത്തപ്പെടുവാൻ മുസ്ലിമിന് സാധ്യമല്ല എന്നുമുള്ള കാര്യങ്ങളാണ് വിഷയത്തിൽ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയകമായ തുറന്ന ചർച്ചയും സംവാദങ്ങളുമാണ് ഇനി നടക്കുന്നത്. ഈ വിഷയകമായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദ വേദിയെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കാം. സുഹൃത്തിന്റെ ചോദ്യം പലപ്പോഴും സമൂഹത്തിൽ ഒരു ദർശനം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസം നിലനിൽക്കുമ്പോഴും ഇലക്ഷന്റെ കാലഘട്ടത്തിനും അല്ലാത്തപ്പോഴുമെല്ലാം പൊതുശത്രുവിനെതിരെ എന്ന രൂപത്തിൽ മുസ്ലിം സംഘടനകളും മാർക്സിസ്റ്റുകാരും യോജിച്ചു പോകാറുണ്ട്. ഇത് ശരിയാകുമോ എന്ന് ഇവിടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. ഏതൊരു കാര്യമാണെങ്കിലും മനുഷ്യം എന്നുള്ള നിലക്ക് മനുഷ്യർക്ക് നന്മക്ക് വേണ്ടിയുള്ള പൊതുവായ പ്രവർത്തനങ്ങളിൽ അവനവന്റെ അസ്തിത്വവും അവനവന്റെ വ്യക്തിത്വവും സംരക്ഷിച്ചുകൊണ്ട് ആരുമായും കൈകോർക്കുവാൻ മുസ്ലിം സന്നദ്ധമാകേണ്ടതാണ്. ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു പൊതുവായ ധാർമ്മിക പ്രശ്നമുണ്ടെങ്കിൽ ആ ധാർമ്മിക പ്രശ്നത്തെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ധാർമ്മിക പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി സ്വന്തം വ്യക്തിത്വത്തെയും സ്വന്തം മതപരമായ അസ്തിത്വത്തെയും അതേപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവൻ ആരുമായും സഹകരിക്കുവാൻ സന്നദ്ധമാകേണ്ടതാണ്. അവിടെ മതപരമായ ഭിന്നതകളോ ദാർശനികമായ അഭിപ്രായ വ്യത്യാസങ്ങളോ ഈ സഹകരണത്തിന് തടസ്സമാകേണ്ടതില്ല. ഒരു നാട്ടിൽ വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കിണർ വേണം, എല്ലാവരുടെയും ആവശ്യമാണ്. കിണർ കുഴിക്കുന്നുണ്ട്, കിണർ കുഴിക്കേണ്ടത് ഒരു പൊതുവായ ആവശ്യമാണ്. ആ കിണർ കുഴിക്കുന്ന പ്രവർത്തനത്തിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാവരും ഒരേപോലെ സഹകരിക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ട് എന്നതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടവനല്ല മുസ്ലിം, മറിച്ച് അവനും അവന് കഴിയേണ്ട രൂപത്തിൽ സഹകരിക്കേണ്ടവന്. ഇതേ രൂപത്തിൽ തന്നെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഫാഷിസത്തിനെതിരെ സമൂഹത്തെ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ഭീതിതമായ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് വൽക്കരണം, പ്രത്യേകിച്ച് ഏത് തലത്തിലാണെങ്കിലും മതഭീകരതയുടെ ഫാഷിസമാണെങ്കിലും അതല്ലെങ്കിൽ ഭൂരിപക്ഷ ഷോവനിസത്തിൻ്റെതായ ഫാഷിസമാണെങ്കിലും എല്ലാം
ഇതിനെല്ലാം തന്നെ ഇത് സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു അടിസ്ഥാനപരമായ പ്രശ്നം എന്നുള്ള നിലക്ക് തന്നെ ആ ഫാഷിസത്തിനെതിരെയുള്ള സമരത്തിൽ എല്ലാ മനുഷ്യരെയും പോലെ എല്ലാവരെയും പോലെ പങ്കാളികളാകുന്നിടത്ത് എല്ലാവരും ഉണ്ടാകേണ്ടതാണ്. മനുഷ്യസ്നേഹികളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഇതേപോലെ തന്നെയാണ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരവും. സാമ്രാജ്യത്വം പല രൂപത്തിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുകയും മനുഷ്യരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ എല്ലാവരുടെയും അധ്വാനശേഷിയെ മാത്രമല്ല സംസ്കാരത്തെ പോലും നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള സമരങ്ങളിൽ തീർച്ചയായും നമ്മുടേതായ വ്യക്തിത്വം അടിയറ വെക്കാതെ ബന്ധപ്പെടേണ്ടത് ഓരോരുത്തരും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഞാൻ പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട്. അതെന്താണ്? നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ അസ്തിത്വവും അടിയറ വെക്കാതെ എന്ന്. അത് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരത്തിലാണെങ്കിലും പൊതുവായ നന്മക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയിലാണെങ്കിലും അധാർമികതക്കെതിരെയുള്ള സമരത്തിലാണെങ്കിലും എല്ലാം തദൈവ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ ഒരു അസ്തിത്വമുണ്ട്. അവൻ ഒന്നാമതായി മറുപടി പറയേണ്ടത് സ്രഷ്ടാവായ തമ്പുരാനോടാണ്. ആ സ്രഷ്ടാവായ തമ്പുരാനോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധ്യത്തോടുകൂടി, ചുരുക്കത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മതപരമായ സ്വന്തം വ്യക്തിത്വവും അസ്തിത്വവും സംരക്ഷിച്ചുകൊണ്ട് പൊതുവായ നന്മക്കു വേണ്ടി ആരുമായും കൂട്ടുകൂടാം. അത് മതവിരുദ്ധരാണെങ്കിലും മതവിശ്വാസികളാണെങ്കിലും മതപരമായി ഇസ്ലാമിനെതിരുള്ളവരാണെങ്കിലും അനുകൂലിക്കുന്നവരാണെങ്കിലും ആരുമായും. പക്ഷേ അത് തീർച്ചയായും നന്മക്ക് വേണ്ടിയുള്ള കേവല പ്രവർത്തനമാകണം. അതല്ലാതെ ആ നന്മയുപയോഗിച്ച് ഏതെങ്കിലും പ്രത്യയ ശാസ്ത്രങ്ങളെ വളർത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിക്കൂടാ എന്നുള്ളതാണ് പൊതുവായി ഈ രംഗത്തുള്ള നിലപാട് എന്ന് നാം മനസ്സിലാക്കുക. എൻ്റെ പേര് ഹബീബ് റഹ്മാൻ. ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പടന്ന സ്വദേശിയാണ്. അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഒരു മാർക്സിസ്റ്റ് അനുഭാവിയും കൂടിയാണ്. കാരണം ഞാൻ എങ്ങനെ മാർക്സിസ്റ്റായി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇവിടെ അവതരിപ്പിച്ച ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്കടക്കം മനസ്സിലായത് ഒരു മുസ്ലിമായിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ വെച്ചിട്ട് പോലും നമസ്കാരം നിർവഹിക്കുന്നവനാണ്. പടന്നയിൽ ഒരു പള്ളിയിൽ ഒരാശാരി ഒരു വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ചപ്പോൾ അതിന്റെ തകരാറ് കാരണം അയാൾ മരിക്കുകയുണ്ടായി. ഒരുപാട് കാലം മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച ഒരു ഹാജിയാര് ആ പള്ളിയുടെ തലപ്പത്തുണ്ടായതിന്റെ പേരിൽ ആ പള്ളിയിൽ മരിച്ചവനെ കൊന്നതാണെന്ന് അവിടെയുള്ള മുസ്ലിമുകൾ പ്രചരിപ്പിച്ചു. അങ്ങനെ വലിയൊരു കോലാഹലങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായ നേതാക്കന്മാർ ഇടപെടുകയും ആ മരിച്ച വ്യക്തിയുടെ മാതാവിനെ സമീപിക്കുകയും കേസുകൾ വളരെ മെമ്മയായി പരിഹരിക്കുകയും അവിടുത്തെ മുസ്ലിമീങ്ങൾ ആ പള്ളിക്ക് മാർക്സിസ്റ്റ് പള്ളി എന്ന് പേരിടുകയും ചെയ്തു. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ കഴിയുന്ന ഈ കാര്യങ്ങൾ അക്ബർ സാഹിബ് ഇപ്പോൾ പറഞ്ഞതുപോലെ നല്ല കാര്യത്തിലെല്ലാം യോജിക്കാം എന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യത്തിൽ അവർ നമ്മളോട് അനുകൂലിക്കുന്നുണ്ട്. ഇന്ന് പടന്നയിൽ മുജാഹിദിന്റെ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പള്ളിയിൽ എതിർക്കുന്നത് ഏറ്റവും അവിടുത്തെ മുസ്ലിമീങ്ങളാണ്. കലക്ട്രേറ്റിൽ പോലും മണ്ണ് വാരുന്നതിനെ സംബന്ധിച്ച് പോലും അക്രമങ്ങളും അനീതിയും ഉണ്ടാക്കി ഇന്ന് അവിടെ മാർക്സിസ്റ്റുകാരുടെ അനുമതിയോടുകൂടി എന്തിനേറെ പിണറായി വിജയൻ പോലും നേരിട്ട് ഇടപെട്ട് പള്ളിക്ക് ആവശ്യമായ മണ്ണുകൾ നൽകുകയും ആ പള്ളിക്ക് വേണ്ട സംരക്ഷണം നൽകുകയും ചെയ്തതായ പരമാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഞങ്ങൾക്ക് നിങ്ങൾ ഇത് പറയുമ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് ഇത് ശരിയാണ് എന്ന് വിശ്വസിച്ചും കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുക എന്നുണ്ടെങ്കിൽ ഞങ്ങളെ തല്ലിക്കൊല്ലാൻ പോലും ഇവിടെ ചിലപ്പോൾ ആൾക്കാർ മടിക്കില്ല. അപ്പൊ അവരുടെ ചെയ്തികൾ മുഴുവനും ശരിയാണെന്ന് നിങ്ങൾ സമർത്ഥിച്ച് പറയുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് എന്റെ സംശയം. ബഹുമാനായ ജ്യേഷ്ഠ സഹോദരൻ പടന്നയിലെ ഒരുപാട് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് അനുഭാവിയായിക്കൂടാ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ വിഷയാവതരണത്തിൽ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെ സംസ്ഥാപിക്കുവാനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ശരിയല്ല എന്നും അവരുടെ നിലപാടുകൾ തെറ്റാണ് എന്നും സ്ഥാപിക്കുവാനോ വേണ്ടിയല്ല ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. വിഷയാവതരണത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുള്ളതുപോലെ ഇവിടെ ഏതെങ്കിലും പാർട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും നടത്തപ്പെട്ടിട്ടില്ല. അത് നമ്മുടെ വിഷയവുമല്ല. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങൾക്കെല്ലാം അവരുടേതായ നന്മകളുണ്ട്.
അവരുടേതായ തിന്മകൾ ഉണ്ടാകാം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ നല്ലവരാകുമ്പോൾ, അവർ മനുഷ്യപ്പറ്റുള്ളവരാകുമ്പോൾ, അവർ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ആളുകളായി തീരുമ്പോൾ ആളുകൾ സ്വാഭാവികമായി ആ നേതാക്കന്മാർ ഇഷ്ടപ്പെടും, അല്ലെങ്കിലോ അവർ വെറുക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ഇതെല്ലാ പാർട്ടികളിലുള്ളതാണ്. പഠനയിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ എന്റെ ബഹുമാനായ ജ്യേഷ്ഠ സുഹൃത്തിന് അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനം ശരിയാണ് എന്നും അഭികാമ്യമാണ് എന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന മാനുഷികമായ ഒരു വികാരമാണ്. ഈ വികാരത്തെയാണ് സത്യത്തിൽ മാർക്സിസ്റ്റ് ധൈഷണിക സൈദ്ധാന്തികന്മാർ മുതലെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് അപകടം കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ നിരന്തരമായി നിലനിന്ന ചർച്ചകളിൽ, ആ ചർച്ചകളുടെ മുഴുവനും ആകത്തുകയിൽ അവസാനം ചെന്നെത്തിയതെവിടെ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദാർശനികമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദാർശനികമായി ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമാണ് എങ്കിലും ഇതേപോലെയുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പ്രായോഗികമായ കർമ്മപരിപാടികൾ ഉണ്ടാകണമെന്നും അതുകൊണ്ട് തന്നെ അടിസ്ഥാന തലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടുന്നതിന് സാധാരണക്കാരെ അനുവദിക്കുവാൻ സാഹചര്യമുണ്ടാകണമെന്നും, എന്നാൽ ഉയർന്ന തലങ്ങളിൽ ഒരിക്കലും മതവിശ്വാസികളായ ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കേണ്ടതുണ്ട് എന്നും, അതോടൊപ്പം തന്നെ ദാർശനികമായും സൈദ്ധാന്തികമായും യഥാർത്ഥ ഭൗതികവാദം പ്രചരിപ്പിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുമാണ് ഇപ്പോൾ നടന്ന ചർച്ചകളിൽ മുഴുവനും വെളിപ്പെട്ടു വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കഴിഞ്ഞ ലക്കങ്ങളായി കേരള കലാകൗമുദി വായിലാണെങ്കിലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണെങ്കിലും മലയാളം വാരികയിലാണെങ്കിലും ഇപ്പോൾ പുതിയ ലക്കം ഭാഷാപോഷിണിയിലാണെങ്കിലും എല്ലാം ഈ രംഗത്തെ ചർച്ചകൾ മുഴുവനും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം അതാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ദർശനം ഒരു ദർശനം എന്നുള്ള നിലക്ക് എങ്ങനെയാണ് മനുഷ്യരെ അവരുടെ ആദർശത്തെ ബാധിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക്, ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലക്ക് ഇടത് വലത് പക്ഷങ്ങളിലെ ഏതെങ്കിലും ഒരു പക്ഷത്തോട് താതാത്മ്യമോ വിരോധമോ നമുക്കാർക്കുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ നന്മ ചെയ്യാറുണ്ട്, കോൺഗ്രസുകാർ നന്മ ചെയ്യാറുണ്ട്, രണ്ടു കൂട്ടർ തിന്മ ചെയ്യാറുണ്ട്. എല്ലാം സ്വാഭാവികമായ കാര്യങ്ങൾ. അതേപോലെ തന്നെ എന്നാൽ കമ്മ്യൂണിസ്റ്റ് ദർശനവും